ആദ്യം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പോണ കുട്ടികളാണെങ്കിൽ നല്ല മാർക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. പിന്നെ അതുമാതിരി ചില സമയത്ത് ഈ ഹോം സിക്നെസ് വന്ന അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് സാധാരണ നിങ്ങൾ സഹായിക്കാറ്? യൂണിവേഴ്സിറ്റിക്ക് സപ്പോർട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും പക്ഷെ നിങ്ങൾക്ക് അത് എത്തുമല്ലേ? നമ്മളിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ അവർക്ക് ഡിഫിക്കൽട്ട് ആണ്, അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസ്, ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് വരാറുണ്ട്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന മലയാള പിള്ളേരല്ല, +2 കഴിഞ്ഞ് പോകുന്ന കൂടുതൽ സ്റ്റുഡൻസിന് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ നമ്മളെ പേരൻസോ അവരോ നമ്മളെ ഇത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ പറ്റും. അവർക്കൊരു കാരണവശാലും അത് ബുദ്ധിമുട്ടായിട്ട് വരികയില്ല, അവർ ക്ലിയർ ആയിക്കോളൂ. അത് ആദ്യത്തെ ഒരു 2-3 മാസത്തെ പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. നമ്മുടെ കേസിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് നല്ല റിലേഷനാണ്, എല്ലാ യൂണിവേഴ്സിറ്റികളുമായിട്ടും നമുക്ക് നല്ല സ്ട്രോങ് റിലേഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ ഓൺഷോർ ടീമിനെ കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പഠിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ അത് ആ സപ്പോർട്ട്, എല്ലാത്തിനും സപ്പോർട്ട് ഡിഫറെൻറ്റാണ്. കൾച്ചർ ഷോക്ക് ആണെങ്കിൽ ആ സപ്പോർട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റി ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഈ ഒരു 18 വർഷത്തെ ഇതുള്ളത് കൊണ്ട്. അതെ, നിങ്ങൾ 18 years ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു നമുക്ക് തന്നെ കാണും അവിടെ മലയാളി ഫാമിലീസ് പരിചയമുള്ളവരും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ തന്നെ വിട്ട ആൾക്കാർ ഫാമിലി ആയിട്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ.